വാസ്തവത്തിൽ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഗാത്രത്തിൽ ശരീരത്തിലേറ്റ ഏറ്റവും വലിയ മുറിവ് ഈ അടുത്ത കാലത്ത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്ര ഭീകരമായ ക്രൂരതയാണ് അവിടെ അരങ്ങേറിയതെന്ന് വാർത്തകൾ വഴി മാത്രമല്ല ദൃക്സാക്ഷികളുടെ വിവരണത്തിലൂടെയൊക്കെ നാം മനസ്സിലാക്കി. എത്രയോ പതിനായിരക്കണക്കിന് അഭയാർത്ഥികൾ വീട് നഷ്ടപ്പെട്ട് ഭവനങ്ങളില്ലാണ്ടായി ടെൻറ്റുകൾക്ക് കീഴെ ഭക്ഷണവുമില്ലാതെ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് വലിച്ച് ഇഴയ്ക്കപ്പെട്ടു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്, അസർബൈജാനിലെ പോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കൂട്ട ബലാത്സംഗങ്ങൾ, മനുഷ്യപ്രകൃതിയുടെ അധമ വികാരങ്ങളെ ആവിഷ്കാരം പതിവുള്ളൊരു കാര്യമാണ്. എത്രയോ സ്ത്രീത്വങ്ങളാണ് അവിടെ വലിച്ച് കീറപ്പെട്ടത്. എന്ത് കഠിനമായ പീഡനങ്ങളാണ് അവർ നേരിട്ടത്. എത്രയോ ദേവാലയങ്ങളാണ്, ആരാധനാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. മനുഷ്യന് ഒരു സമാധാനവും ഒരു ആശ്വാസവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പറയുന്നത് 53% മെയ്റ്റുകൾ, 16% കുക്കികൾ. പക്ഷെ നഷ്ടം എന്തെല്ലാം തരത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും നഷ്ടം ക്രൈസ്തവ വിഭാഗത്തിനാണ്. പല റീസൺസൊക്കെ രാഷ്ട്രീയ ഭരണാധികാരികളും ഒക്കെ ഇതിന് വംശീയ വൈരാഗ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ട് വിഭാഗത്തിലും പെട്ട മെയ്റ്റികളിലും കുക്കികളിലും പെട്ട ക്രൈസ്തവ സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം എന്നത് എല്ലാവർക്കും വ്യക്തമായൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതൊക്കെ നടന്ന രീതികൾ എന്ത് ലോകചരിത്രത്തിൽ ഒരുപാട് ക്രൂരത നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ക്രൂരത അഹിംസയുടെ നാട്ടിൽ സംഭവിക്കുമോ? പോലീസിൽ ചെന്ന് അഭയം തേടിയ യുവതികളെയാണ് നഗ്നരാക്കി വഴിയിലൂടെ അപമാനിച്ചത്. ആലോചിച്ച് നോക്കിയേ, ഭരണാധികാരികളുടെ അച്ചടക്കം പാലിപ്പിക്കേണ്ട, കുറ്റകൃത്യങ്ങൾക്ക് നടപടിയെടുക്കേണ്ട ആ പോലീസിൽ ചെന്ന് അഭയം പ്രാപിച്ച, വേറെ എങ്ങോട്ട് പോകേണ്ടി, അഭയം പ്രാപിച്ച യുവതികളെയാണ് നഗ്നരാക്കി തെരുവീഥിയിലൂടെ നടത്തി മാനഭംഗപ്പെടുത്തിയത്. പുറത്ത് പറയാൻ പറ്റുമോ ഇതൊക്കെ അഹിംസയുടെ നാട്ടിൽ? അപ്പോൾ അതുകൊണ്ട് ഇത് നാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭരണകൂടത്തിൻ്റെ പരാജയമാണോ, അതോ അങ്ങനെ അഭയം തേടിയവരെ പോലും ഇതുപോലെ അക്രമത്തിന് മുമ്പിൽ ഇരയാക്കപ്പെടാൻ വലിച്ച് എറിയുന്നതിൻ്റെ പിൻപിലെ അക്രമികളോടുള്ള ഒരടുപ്പമാണോ എന്ന കാര്യം ഇപ്പോഴും പരിശോധിച്ച് വരികയാണല്ലോ. സർക്കാരിന് തന്നെ ആയുധപ്പുരയിൽ നിന്നുള്ള ആയുധങ്ങൾ എടുത്താണ് ഈ അക്രമങ്ങളൊക്കെ നടത്തിയതെന്ന് പറയുമ്പോൾ എവിടാണ് ഈ ഭരണത്തിൻ്റെ ശക്തി നിലനിൽക്കുന്നത്? സർക്കാരിൻ്റെ ആയുധങ്ങളാണ് പ്രജകൾക്കെതിരെ ഉപയോഗിച്ചത്. അപ്പോൾ അതൊരു പരോക്ഷ പിന്തുണയാണോ എന്ന് നമ്മൾ വിധിക്കുന്നില്ല, പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷപാതപരമായൊരു സമീപനമാണോ, അത് ഈ തുല്യനീതി നടപ്പാക്കേണ്ട നമ്മുടെ ഭരണഘടന അത് വലിച്ചെറിയപ്പെടുകയല്ലേ ചെയ്തത്? നമ്മുടെ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യനീതി അനുവദിച്ചു കൊടുക്കുന്ന സുന്ദരമായ ഭരണഘടനയാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? എന്നിട്ടും ആ ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതും ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? പീഡനങ്ങൾ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മറ്റ് മനുഷ്യരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ക്രൈസ്തവർ മാത്രമൊന്നുമല്ല, എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നു.